ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എല്ലാവർക്കും നിറം വയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കറുത്ത നിറം മോശമാണെന്നല്ല, അതിൻ്റെതായ ഭംഗിയുണ്ട്. എന്നാലും പലർക്കും അവരുടെ സ്കിൻ ടോൺ ഒന്ന് കൂടണമെന്നും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവണമെന്നും സ്കിന്നൊന്ന് നല്ല ഗ്ലോ ആവണമെന്നും വിചാരിക്കണവരുണ്ട്. അപ്പം ഞാനും ആ ഒരു ടൈപ്പ് ആയിരുന്നു. എനിക്ക് പണ്ട് നല്ല കളർ കുറവായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടണമെന്നും അതുപോലെ നിറം വയ്ക്കണമെന്നും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ തമിഴ്നാട്ടിലത്തെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോഴാണ് ഞാൻ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയത്. പലതരം ഹോം റെമഡീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് എനിക്ക് കുറച്ച് ഹോം റെമഡീസ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ഇപ്പം ഞാൻ എൻ്റെ ചാനലിലാണെങ്കിലും പലതരം ഹോം റെമഡീസ് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ച് അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പം നല്ലൊരു റിസൾട്ട് കിട്ടാൻ പോകണം. ഇപ്പം എനിക്ക് എല്ലാം യൂസ് ചെയ്തിട്ട് എനിക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഓരോ പാക്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയും, വേണ്ടി നീ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ. അപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കുമ്പം എനിക്ക് ചിലപ്പം അതിൻ്റെ റിസൾട്ട് എനിക്ക് അത്ര കിട്ടില്ല. അപ്പം അങ്ങനെയാണ് പലതരം ആൾക്കാർക്കും ഇപ്പം എനിക്ക് സ്യൂട്ട് ആവണതായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ആവണത്, നിങ്ങൾക്ക് സ്യൂട്ട് ആവണതായിരിക്കില്ല ഇപ്പം വേറെ ആൾക്ക് സ്യൂട്ട് ആവണത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം അതനുസരിച്ച് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യണ ഓരോ ഇൻഗ്രീഡിയൻസ് ആയാലും അതിന് ചേർക്കണത് ഓരോന്നായാലും ഓരോരുത്തർക്ക് വേറെ ആയിരിക്കും ഓരോരുത്തർക്ക് സ്യൂട്ട് ആവും. അപ്പോൾ അത് നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് നമുക്കിപ്പോൾ ഏതാ സ്യൂട്ട് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ട്രൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിൽ നമുക്ക് ഉണ്ടാവാൻ പോകണം. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് അതിന് സൈഡ് എഫക്റ്റ് കെമിക്കൽ അങ്ങനത്തെ ഒന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ സിമ്പിൾ പാക്കാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോയ്ക്ക് കിടക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കുഞ്ഞു ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മുടെ ഫേസിലത്തെ ഓയിൽ നല്ലപോലെ കളയാനും നമ്മുടെ പോർസൊക്കെ നല്ല ക്ലീൻ ആവാനും നമ്മുടെ ഫേസ് നല്ല വൈറ്റൻ ആവാനും പിന്നെ ഫേസിൽ പിമ്പിൾസൊക്കെ പോവാനും ഈ ഉഴുന്ന് ഭയങ്കര നല്ലതാട്ടോ. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. പക്ഷെ ഞാനിവിടെ ഇത് ദോശയ്ക്ക് വേണ്ടി എടുത്തതാണ്. അല്ല, ദോശയ്ക്ക് അരച്ചപ്പം അതിനെടുത്ത് മാറ്റി വെച്ചാണ്. അത് ഉഴുന്നും അരിയും കൂടി മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ പേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഭയങ്കര സിമ്പിളാണല്ലോ. നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയാൽ മതിയല്ലോ. ഇപ്പം നിങ്ങൾ ഉഴുന്ന് മാത്രം എടുക്കണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് 2 സ്പൂൺ ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അരിപ്പൊടി നമുക്ക് അറിയാലോ, അരിപ്പൊടി നമ്മുടെ മുഖം നല്ലപോലെ ക്ലെൻസ് ചെയ്യാനും നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ നിറം വയ്ക്കാനും നല്ല ഗ്ലോ ആവാൻ നല്ല ബ്രൈറ്റ് ആവാൻ അരിപ്പൊടിയും വളരെയധികം നല്ലതാട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേനാണ്. അത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ തേന് നമ്മുടെ ഫേസ് നല്ലപോലെ മോയ്സ്ചറാക്കി വെക്കാനും നമ്മുടെ മൊത്തം കറുത്ത കുത്തുകൾ കറുത്ത പാടുകൾ ഇതൊക്കെ മാറി നമ്മുടെ ഫേസ് ഒന്ന് നല്ല ലൈറ്റൻ ആക്കാനും ഫേസ് നല്ല സ്മൂത്ത് ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും തേൻ നല്ലതാട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാക്കോട് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്ന് നിൽക്കണം. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള സ്ക്രബ് നമ്മുടെ ഫേസിൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകാനും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഈ മൂക്കിൻ്റെ സൈഡിലത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനും നല്ലതാട്ടോ. പിന്നെ നമ്മുടെ മൊത്തം ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അതുപോലെ നമ്മുടെ ഫേസ് നല്ല നിറം വയ്ക്കാനും നമ്മളിന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. എൻ്റെ ഫേസിൽ തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ.
ഇപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ചേഞ്ച്. നല്ല വൈറ്റനും ആയിട്ടുണ്ട്, അതുപോലെ നല്ല ഗ്ലോയും ആയിട്ടുണ്ട് എൻ്റെ ഫേസ്. പിന്നെ ഇതിനധികം ചിലവൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലെ ദോഷമാവ് നമ്മൾ അരയ്ക്കുമ്പോൾ അതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് തേനും കൂടി വെച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സിമ്പിളായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് നല്ല റിസൾട്ടാണ് ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി റിസൾട്ട് തന്നെയായിരിക്കും ഇവിടെ കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പാക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും ഫേസിൽ ഉണ്ടാവാൻ പോണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലായിരിക്കും ടാറ്റാ.